മക്കൾസ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ച് സെറ്റാക്കേണ്ട ടോപ്പിക് ഇലക്ട്രോ കെമിസ്ട്രിയിലെ സെൽ റെപ്രസെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലതിരിച്ച് തരുന്ന ക്വസ്റ്റ്യൻസ്. സെൽ റെപ്രസെൻറ്റേഷൻ തരും, റിയാക്ഷൻ എഴുതാൻ ചോദിക്കും, റിയാക്ഷൻ തരും, സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. വെരി സിമ്പിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ്. സെൽ റിയാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെ പല റിയാക്ഷൻ നിങ്ങൾക്ക് എക്സാമിന് തരാം. ഇവിടെ തന്ന റിയാക്ഷൻ Mg+2Ag ഗീവ്സ് Mg2++2Ag. എന്നിട്ട് ഈ റിയാക്ഷൻ നോക്കിയിട്ട് നിങ്ങളോട് ഇലക്ട്രോ കെമിക്കൽ സെല്ല് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞത്. വെരി സിമ്പിൾ. നമ്മുടെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ടാവും. ആ സാൾട്ട് ബ്രിഡ്ജ് അഥവാ ഡബിൾ ബാർ, അതിന്റെ ഇപ്പുറം വരുന്നയാൾ ആനോഡായിരിക്കും, അപ്പുറം വരുന്നയാൾ കാഥോഡായിരിക്കും. ആനോഡിന്റെ വ്യത്യാസങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്, കാഥോഡിന്റെ വ്യത്യാസങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. സോ ഈ റിയാക്ഷനിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് ഇത് ആനോഡാണോ കാഥോഡാണോ മനസ്സിലാക്കുക? മക്കളെ, മഗ്നീഷ്യം ഒറ്റക്ക് നിൽക്കുമ്പോൾ അതിന്റെ ചാർജ് 0 ആണ്. ഈ മഗ്നീഷ്യം അപ്പുറത്തെത്തിയപ്പോൾ Mg2+ ആയി. അപ്പൊ 0 എന്ന് പറയുന്നയാൾ 2+ ആയി. അപ്പൊ ചാർജ് കൂടി, ഓക്സിഡേഷൻ നടന്നു. അപ്പൊ മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ നടന്നു. മഗ്നീഷ്യം Mg2+ ആയി എന്നതല്ലേ റിയാക്ഷൻ എന്ന് മനസ്സിലായത്? അപ്പൊ 0 എന്നുള്ളയാൾ 2+ ആയി, ഓക്സിഡേഷൻ നടന്നു. മക്കൾക്കറിയാം ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് ആനോഡ്. അപ്പൊ ആനോഡിൽ എഴുതേണ്ടത് ആരെയാ? മഗ്നീഷ്യത്തിനെ. സോ മഗ്നീഷ്യത്തിന് എന്താ സംഭവിച്ചത്? Mg എന്ന് പറയുന്നയാൾ ബാർ Mg2+ ആയി, ഡബിൾ ബാർ. അടുത്തത് കാഥോഡിൽ ആരാ? സ്വാഭാവികമായിട്ടും Ag വരും. കാഥോഡിൽ Ag വരും. കാരണം എന്താ? 2Ag+ എന്ന് പറയുന്നയാൾ Ag ആയി, 2Ag ആയി. മക്കളെ, Ag-യുടെ ചാർജ് ഇവിടെ പ്ലസ്, ഇവിടെ 0. പ്ലസ് എന്ന് പറയുന്ന ചാർജ് 0 ആയി, കുറഞ്ഞാൽ റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിൽ. സോ റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലായതുകൊണ്ട് റിഡക്ഷൻ. എന്താ റിഡക്ഷൻ സംഭവിച്ചത്? Ag+Ag ആയി. മക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക, സെൽ റെപ്രസെന്റേഷനിൽ നിങ്ങൾ ഒരിക്കലും നമ്പർ ഓഫ് മോൾ എഴുതണ്ട. 2Ag+2Ag എന്ന് എഴുതണ്ട. Ag+Ag എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിയാൽ നിങ്ങളുടെ സെൽ റെപ്രസെന്റേഷൻ ആയി. സോ റിയാക്ഷൻ തന്ന് അതിൽ നിന്ന് നമ്മൾ സെൽ റെപ്രസെന്റേഷൻ വിജയകരമായിട്ട് എഴുതിയിരിക്കുന്നു. ദെൻ നേൺസ് ഇക്വേഷൻ എഴുതാൻ ചോദിച്ചിരിക്കുന്നു. നേൺസ് ഇക്വേഷൻ എഴുതാൻ ഈ ഇക്വേഷൻ തന്നെ ധാരാളം. എന്താ നേൺസ് ഇക്വേഷൻ? പല രൂപത്തിൽ നിങ്ങൾ നേൺസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. E cell = E0 cell minus 2.303 RT/NF എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിവേ, E0 cell minus 0.059 ആ വാല്യൂസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. സിമ്പിൾ ആയ ഇക്വേഷനിലേക്ക് എടുക്കാം. E cell = E0 cell minus 0.059 ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസാ. ഇവിടെ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കൊടുക്കുന്നതും വാങ്ങുന്നതും? 2. Mg-യുടെ ചാർജ് 2+ ആണ്, Ag-യുടെ ചാർജ് പ്ലസ് ആണ്. പക്ഷെ 2 Ag ഉണ്ട്. അപ്പൊ 2 Ag-ക്കും കൂടെ ഓരോ പ്ലസ് ചാർജ് വരുമ്പോൾ 2+ ആവും. ഒരു Ag-ക്ക് 1+, അടുത്ത Ag-ക്ക് 1+, അപ്പൊ 2+. സോ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പൊ 0.059 ഡിവൈഡ് ബൈ 2 log E0 cell minus 0.059 ഡിവൈഡ് ബൈ 2 log. ഇനി QC എന്ന് പറയുന്ന ടേം ആണ് വരിക. QC എന്ന് പറഞ്ഞാൽ സാധാരണ കേസിൽ മുകളിൽ ആനോഡിന്റെ അയോണും താഴത്ത് കാഥോഡിന്റെ അയോണിന്റെയും കോൺസെൻട്രേഷനാണ്. QC എന്ന് പറഞ്ഞാൽ സാധാരണ കേസിൽ QC എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ആനോഡ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കാഥോഡ് ആണ് സാധാരണ കേസിൽ വരിക. സോ ഇവിടെ ആനോഡ് ആരാ? മഗ്നീഷ്യത്തിന്റെ അയോണിന്റെ കോൺസെൻട്രേഷൻ. സോ ലോഗ് Mg2+, അയാളല്ലേ ആനോഡ്, ഡിവൈഡഡ് ബൈ കാഥോഡിന്റെ കോൺസെൻട്രേഷൻ. ആരാ? കാഥോഡ്, Ag+. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് Ag+. പക്ഷേ ഇവിടെ നിങ്ങൾ മക്കളെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, Ag+ന്റെ മുന്നിൽ ഒരു നമ്പർ ഓഫ് മോൾ 2 കണ്ടോ? അപ്പൊ 2Ag+ എന്നുള്ളതാ ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ Ag+ 2 ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ 2 പവർ ടേം ആയിട്ട് പോകും, raised to 2. അപ്പൊ ഇവിടെ 3 ആയിരുന്നെങ്കിൽ raised to 3, 4 ആയിരുന്നെങ്കിൽ raised to 4. എത്രയാണോ പവർ ടേം അത് raised to ആയിട്ട് പോകും. അത് മാത്രമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്. സോ നേൺസ് ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുക. എന്താണ് നമ്മുടെ ജനറൽ നേൺസ് ഇക്വേഷൻ? E cell = E0 cell minus 0.059 ഡിവൈഡ് ബൈ n log QC. n-ന് പകരം 2 കൊടുത്തു, QC-ക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് ആനോഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കാഥോഡിന്റെ അയോൺസ് ഇത് കൊടുത്തു. കാഥോഡിന്റെ അയോൺസിന്റെ പ്രത്യേകത Ag+ 2 ഉണ്ടായിരുന്നു, അത് സ്ക്വയർ ആയിട്ട് ചെയ്തു. ഇതാണ് റൈറ്റ് നേൺസ് ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ. സോ ഐഡിയ സെറ്റ് അല്ലേ? ഇതുപോലെ ഏത് ഇക്വേഷൻ വന്നാലും അങ്ങ് തകർത്താക്കി എഴുതിക്കോളുക. താങ്ക് യു.